welcome to a super brand new episode of Once Upon a Time. അതെ, എല്ലാവർക്കും എന്തോ ചെറിയൊരു മാറ്റം പോലെ, കുറച്ച് ഗ്ലാമർ കൂടിയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 വയസ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട്. യെസ്, കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ Once Upon a Time കണ്ടു, പൊട്ടിച്ചിരിച്ചു, അങ്ങനെ കുറച്ച് ബ്ലഡ് റഷ് ഒക്കെ ഉണ്ടായി, ചുമന്ന് തുടുത്ത് എല്ലാവരും നല്ല ഗ്ലാമറസ് ആയിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അങ്ങനെ കുറച്ചുകൂടെയൊക്കെ സൗന്ദര്യം കൂട്ടാനായിട്ട് നമ്മൾ വീണ്ടും പൊട്ടിച്ചിരിയുടെ ഒരു പുതുപുതൻ എപ്പിസോഡുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഏവർക്കും Once Upon a Timeലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പെർഫോമറെ സ്വാഗതം ചെയ്യാം. വി ഹാവ് ജെൻസൺ ഫ്രം ആലപ്പുഴ. നമസ്കാരം. വിഷ്ണു ജെൻസനെ കാണാൻ ആരെ പോലെ ഇരിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിൽ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ? അപ്പോൾ ഒരു സ്കൂൾ ബോയ്, സ്കൂൾ ഗേൾ എന്നൊക്കെ പറഞ്ഞ സ്കൂൾ 2 പേര് ഇത് ആങ്കർ ചെയ്യാൻ വേണ്ടി വിളിക്കും. അവർ 2 പേര് കറക്റ്റ് പ്ലാൻ ചെയ്ത് തന്നിട്ട് യെസ് അവർ സ്കൂൾ ഈസ് ദ സ്കൂൾ ഓഫ് ദ സ്കൂൾ. യെസ് മിസ്റ്റർ നവീൻ, സോ വി ആർ എൻജോയിങ് ദ ആനിവേഴ്സറി ഓഫ് ദ സ്കൂൾ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഈ സാധനം ഉണ്ടല്ലോ, 2 പേര് മിക്സ് ചെയ്ത് കറക്റ്റ് നിർത്തി അതിനകത്ത് പറയുന്ന സ്കൂൾ ബോയ്, ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി. ചേട്ടൻ നല്ലോണം മുഖം വായിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് സ്കൂളിൽ വെച്ച്. കാണിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡു വെൽ. ശരിക്കും പറഞ്ഞാൽ ആ കാഴ്ച ബംഗ്ലാവിൽ പോയിട്ട് അവിടെ ചില്ലുകൂട്ടിൽ കിടക്കുന്ന മുതലൊക്കെ ചാടി പുറത്തു വന്നിരിക്കുന്ന ഫീലാണ് എനിക്കിപ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോൾ. ഇത്രയും നാളും സ്ക്രീനിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ കണ്ടിട്ട് പലരും ഞങ്ങളെ വെച്ച് സിനിമ പിടിച്ചവരൊക്കെ പറഞ്ഞു നിങ്ങളൊരു മുതല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നാണ് ഒരാൾ കൃത്യമായിട്ട് ഞങ്ങളെ ഉപമിച്ചത് മുതല. നിങ്ങൾ വെറും മുതലല്ലോ, മുതൽക്കൂട്ടാണ് എന്ന് പറയണം. ഈ മുതലയുടെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ ബിനു തൃക്കാക്കരുണ്ടല്ലോ, ഉണ്ട്, ഒരു യമണ്ടൻ പ്രേമകഥയിലുണ്ട്, മാർഗംകളിയിലുണ്ട്, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജ് ഷോകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ബിനു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോംപ്ലക്സ് അടിക്കും, ഇവിടെ സിനിമയൊന്നും ശരിയാവുള്ളടാ, ഞാൻ നിർത്തണ ഈ കോപ്പ് പരിപാടിയാണ് നിർത്തണ, ഇനി ചാൻസ് ചോദിക്കരുത്, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും എല്ലാവരും. എടാ നീ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളല്ലേ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ കോംപ്ലക്സ് അടിക്കുന്നതെന്ന് ചോദിക്കും. സലീഷ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, അവനും അവൻ്റെ അടുത്ത് ഒരു ദിവസം ഇതേപോലെ പറയാണ്, ഞാൻ നിർത്തിയടാ, ഇന്നത്തോടുകൂടി ഞാൻ അവസാനിപ്പിച്ച്. ഏതൊരു പടത്തിൽ ചെറിയ വേഷത്തിന് വിളിക്കാൻ പോയിട്ട് ഇൻസൾട്ടഡ് ആയിട്ട് വന്നതിൻ്റെ വിഷമം പറയാണ്, ഞാൻ ഇതോടുകൂടി നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ സലീഷ്, കറക്റ്റ്, ഞാനിത് നിന്നോട് പറയാനിരിക്കുകയായിരുന്നു, അല്ലെങ്കിലും ഈ മുതലയുടെ ഫിഗറും വെച്ച് നിനക്കൊക്കെ ആരവസരം തരാനാണ്. അവൻ പ്രതീക്ഷിച്ചത് ഇവനെ ആശ്വസിപ്പിക്കുന്ന പ്രതീക്ഷ. പക്ഷെ സലീഷ് ഇത് പറഞ്ഞോടുകൂടി ഒന്ന് പോയതാണെന്ന് പറഞ്ഞിട്ട് ഇത് പക്ഷെ അവൻ മോട്ടിവേഷനായി. ഇപ്പോൾ ബിനു തൃക്കാക്കര സ്വന്തമായിട്ട് തിരക്കഥ ഒരുക്കി നമ്മുടെ BC നൗഫലിക്ക സംവിധാനം ചെയ്യുന്ന അഴകൻ എന്ന് പറയുന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സാധാരണ ഇങ്ങനെ സ്റ്റാൻഡ് പിടിച്ച് നിന്ന് സംസാരിച്ച് ശീലമില്ല. ഞാനിങ്ങനെ നടന്ന് കിടന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അപ്പോൾ ഞാൻ നടന്ന് കിടന്ന് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്താണ് നിനക്കിങ്ങനെ നിന്നുകൊണ്ടൊരു കാര്യവും പറയാൻ പറ്റാത്തതെന്ന് ചോദിക്കും. അപ്പോൾ സംഭവം ഇതാണ്, എൻ്റെ അമ്മ തയ്യക്കാരിയായിരുന്നു, അച്ഛൻ ഡ്രൈവറും, 2 പേരും കാലും കൊണ്ടുള്ള പരിപാടി ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും കാലനക്കിക്കൊണ്ടിരിക്കാനുള്ളൊരു ഫീലാണ്. എൻ്റെ അമ്മ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്നിരുന്നിരുന്നിരുന്ന് എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തയ്ച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആടി ആടി നല്ല സുഖമാണ് കത്ത് കിടക്കാനായിട്ടെ. അങ്ങനെ ആടി ആടി കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അമ്മ ആട്ടമൊക്കെ അങ്ങ് നിർത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട്, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ തല ഇങ്ങനെ പുറത്തോട്ടിട്ട് നോക്കിയപ്പോൾ ഒരു നേഴ്സ് എന്നെ പിടിച്ച് പുറത്തോട്ട് വലിച്ചു. അങ്ങനെയാണ് ഞാൻ ഡെലിവർ ആയത്. എല്ലാ അമ്മമാരും മക്കളെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ നോക്കിയാൽ വളർത്തുന്നത്. എൻ്റെ അമ്മ അത് നോക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇത്രേ വളരാൻ പറ്റിയിട്ടുള്ളൂ. 5 അടി 4 ഇഞ്ച് ഉയരം, 5 അടി 4 ഇഞ്ച് ഉയരം, ഉത്തര നക്ഷത്രം, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഇത് മാരേജ് ബ്യൂറോ അല്ല, സ്റ്റാൻഡപ്പ് കോമഡിയുടെ പരിപാടിയാണ്. അല്ല, ഒരു അവസരം കിട്ടിയ പാഴാക്കരുതല്ലോ എന്ന് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്നെ എൻ്റെ കുടുംബത്തിനെയും. പിന്നെ എൻ്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, സ്വാഭാവികമായിട്ട് അമ്മ കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള അച്ഛനെയാണ്. എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ചിറ്റപ്പൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചിറ്റപ്പൻ എന്നെ കുട്ടിക്കാലം തൊട്ടേ എന്നെ നോക്കിയത്, കാരണം എനിക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ നേഴ്സ് എന്നെ വലിച്ച് പുറത്തിട്ടിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ സൗദിയിലേക്ക് പോയി. അവിടെയാണ് പുള്ളിക്കാരൻ 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കട്ടിലേ കിടന്നിട്ട്
എന്നെ കൊഞ്ചിക്കുക. കാരണം എനിക്കറിയത്തില്ല ആളെ. 2 വർഷം കഴിഞ്ഞ് 2 വയസ്സായില്ലേ, അപ്പോൾ എനിക്കറിയില്ല ആളെ. അപ്പോൾ ചിറ്റപ്പൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് ഒരു ട്രെയിനിങ്ങിനായിട്ട് ബാംഗ്ലൂർ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ഭയങ്കര ഫാഷനാണ്. അപ്പോൾ ഫാഷനൊക്കെ കാരണം എനിക്ക് മുടി വളർത്താനായിട്ടൊരു കൊതി. അങ്ങനെ ഞാൻ മുടി വളർത്താൻ തീരുമാനിച്ചു. മുടി വളർത്തി ഇങ്ങനെ മുന്നോട്ടിട്ടിട്ട് അപ്പോൾ ചുരുണ്ട് കിടക്കുന്നതുകൊണ്ട് ഒരു ഫാഷന് പിന്നെ ഒന്ന് പോയി സ്ട്രെയിറ്റൊക്കെ ചെയ്ത് വീട്ടിൽ വന്നു. 11 മണി തൊട്ട് ഉച്ച കഴിഞ്ഞ് 2 മണി വരെ ഇരുന്നിട്ടാണ് ആ മുടി ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയത്. 1500 രൂപ ഇതേ ചിറ്റപ്പൻ്റെ തന്നെ അടിച്ചു മാറ്റിയിട്ടാണ് ഞാൻ ആ മുടി കൊണ്ട് സ്ട്രെയിറ്റ് ചെയ്തത്. അങ്ങനെ സ്ട്രെയിറ്റൊക്കെ ചെയ്ത് വീട്ടിൽ വന്നു. അപ്പോൾ വയ്യാതെ കിടക്കുന്നൊരു അമ്മച്ചി ഉണ്ടായിരുന്നു വീട്ടിൽ. അമ്മ ഒരു 6 മണിയായപ്പോൾ, 2 മണിക്ക് ഞാൻ വീട്ടിൽ വന്നു, 6 മണിയായപ്പോൾ അമ്മച്ചിക്ക് ഫുഡ് കൊടുക്കാൻ പോവാ. നാളെ ഇത് കോളേജിൽ പോകുമ്പോൾ ഈ മുടി എങ്ങനെ ഇടണമെന്ന് ഞാൻ ചീകി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ ഒരൊറ്റ കരച്ചിൽ, അയ്യോ എൻ്റെ അമ്മ പോയേന്ന് പറഞ്ഞ് വല്യമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടി. എന്താ ചേട്ടാ വല്യമ്മ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് തീറ് കൈയടി. ചേട്ടാ എൻ്റെ വല്യമ്മ മരിച്ചതാണ്, കൈയടിക്കാനും ചിരിക്കാനും. ഞാൻ ഓർത്തു ഇവനെന്തോ കഥ പറഞ്ഞു വരും, അത് കോമഡി ആണെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ വല്യമ്മ മരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അടക്കിന് വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും വരും, കൂടത്തിൽ ചിറ്റപ്പനും വരും. ചിറ്റപ്പൻ അങ്ങനെ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ തീർന്നു എന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ മുടിയൊന്ന് ഒതുക്കി വെച്ച് ഹെയർ സ്പ്രേ ഒക്കെ അടിച്ച് വല്യമ്മയുടെ പടം, എന്തായാലും പടമായില്ലേ, പടം കൊണ്ട് പോസ്റ്റിലൊക്കെ ഒട്ടിക്കണം. അത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഓടി നടന്നു, പോസ്റ്റിലൊക്കെ കൊണ്ട് ഒട്ടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ലൈറ്റായിട്ട് എന്നെ ചതിക്കാൻ വേണ്ടി മാത്രം ഒരു മഴ പെയ്തു. മുടി അങ്ങ് നനഞ്ഞ് കുതിർന്നു. ഞാൻ വന്ന് ചിറ്റപ്പൻ്റെ ഫ്രണ്ടിലേക്ക് ബൈക്ക് നിർത്തുന്നു, മുടി നേരെ താഴോട്ട് വീഴുന്നു. അത്രയും നാട്ടുകാരുടെയും പള്ളിയിലച്ചൻ്റെയൊക്കെ ഫ്രണ്ടിൽ വെച്ച് എൻ്റെ മുടി ചിറ്റപ്പൻ മുറിക്കുകയാണ്. 1500 രൂപ 4 മണിക്കൂറുമായിരുന്നു ആ മുടി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ അന്ന് ഈ ചെറിയ നമുക്കൊരു കൗമാരം എത്തുമ്പോൾ ചെറിയ സൗന്ദര്യബോധം വരുമല്ലോ. അപ്പോൾ ഈ 1 രൂപയ്ക്ക് ഷാമ്പൂവിൻ്റെ ചെറിയ പാക്കറ്റ് കിട്ടും. അപ്പോൾ മുടി ചുരുണ്ട മുടിയൊക്കെ ഇട്ട് തിളക്കം കിട്ടാമെന്നൊക്കെ പറഞ്ഞിട്ട് 1 രൂപയുടെ ഷാമ്പൂവിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് ഉണങ്ങിയ മുടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കും. നല്ല മണമാണ് തലയിൽ. ആൾക്കാർ ഇത് എന്നെ മണമെന്നൊക്കെ ചോദിക്കും. ഇത് തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് ഇതേപോലെ ചോറുണ്ണാൻ വിട്ട സമയത്ത് കഴുകുന്ന ടാങ്ക് ഇച്ചിരി ദൂരെ അവിടെ നിന്ന് കഴുകിയിട്ട് വരുമ്പോൾ മഴ ചാറി തല പതയാൻ തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കും തോറും ഇത് പതയുക. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു ബൈക്കിന്റെ കണ്ണടിച്ച് നോക്കിയപ്പോഴേ കോൺ ഐസ്ക്രീം നിറച്ച് വെച്ച പോലെ ഇരിക്കുന്നത്. എൻ്റെ മുഖം ഇങ്ങനെ കോണായിട്ട് ഇവിടെ മുഴുവൻ പതയായിട്ട് ഞാൻ ക്ലാസ്സിൽ ഇത് തേക്കും തോറും ഇത് കൂടിക്കൊണ്ടിരിക്കും. അതിന് മാത്രം വെള്ളമില്ല. പിന്നെ വെള്ളം ഒഴിച്ച് കഴുകിയാലേ പോളൂ. മഴ മാറുകയും ചെയ്തു. വലിയ അബദ്ധമായിട്ടുണ്ട് ഇങ്ങനെ. അങ്ങനെ ഇതുപോലെ തന്നെ എനിക്ക് അബദ്ധം പറ്റി എൻ്റെ മുടി മുറിച്ച് കളഞ്ഞു ചിറ്റപ്പനോട്. അപ്പോൾ എനിക്കൊരു ചെറിയ പക തുടങ്ങി. ഒരു ചെറിയ പക, അത് വീട്ടണമല്ലോ എപ്പോഴേലും. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നപ്പോൾ ചിറ്റപ്പൻ എൻ്റെ കാര്യം നോക്കി, എൻ്റെ ചേട്ടൻ്റെ കാര്യം നോക്കി, കുടുംബത്തിലുള്ള എല്ലാ പിള്ളേരുടെയും കാര്യം നോക്കി. പക്ഷേ സ്വന്തം മക്കളുടെ കാര്യം മാത്രം പുള്ളിക്കാരൻ നോക്കാൻ ഇച്ചിരി മറന്നുപോയി. അങ്ങനെ ഒരു അവസരത്തിൽ ചിറ്റപ്പൻ്റെ മോള് ഒരു പ്രണയത്തിൽ പെട്ടു. അപ്പോൾ ചിറ്റപ്പൻ ഞങ്ങളെല്ലാവരും നോക്കിയ സമയത്ത് പുള്ളി അവളെ നോക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. അപ്പോൾ പുള്ളിക്കാരൻ ഒറ്റ കാലിൽ നിന്ന് പറയുക, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടത്തില്ല എന്ന്. അപ്പോൾ അപ്പുറം ഇന്ന് അവൾ പറയാ, പപ്പയ്ക്ക് മാത്രമല്ല കൊക്ക്, എനിക്കും ഉണ്ട് കൊക്ക്. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവനെ തന്നെ കെട്ടത്തുള്ളൂ. അങ്ങനെ ചിറ്റപ്പൻ്റെ കൊക്കിനെ പാവം ബലി കൊടുക്കേണ്ടി വന്നു. അവളുടെ കൊക്ക് വിജയിച്ചു. അങ്ങനെ അവരുടെ കല്യാണം നടന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും എതിർപ്പായിരുന്നു. ചിറ്റപ്പനെ ചതിച്ചിട്ട് അവളങ്ങനെ പോയി കളഞ്ഞല്ലോ എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോൾ ചിറ്റപ്പൻ വന്നിട്ട്, മോനെ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, വാ ബിരിയാണി വിളമ്പാൻ പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കുകയാണ്. ബിരിയാണി വിളമ്പാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പം ചിറ്റപ്പനോടുള്ള പക അപ്പോഴും ഉള്ളി കടപ്പുണ്ടേ. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്ത് ബിരിയാണിയാ വിളമ്പുന്നതെന്ന് പറഞ്ഞു. ആ ചിറ്റപ്പൻ്റെ കൊക്ക് ബിരിയാണിയാണ് വിളമ്പുന്നത്, എന്നാ ചിറ്റപ്പൻ്റെ ചത്തുപോയ കൊക്കിനെ ഞങ്ങൾ ബിരിയാണി ആക്കി. ഞാൻ പണ്ട് പള്ളിയിൽ അനൗൺസ് ചെയ്യാൻ പോയിട്ടുണ്ട്. പള്ളിയിൽ ഒരു ബൈബിൾ നാടകം, അങ്ങനെ എന്തോ ഒരു നാടകമാണ്, ഒരു ക്രിസ്ത്യൻ നാടകമാണ്. അതിൻ്റെ വോയിസ് ഓവറിന് വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്. സ്റ്റേജിൽ അഭിനയിക്കേണ്ട, സൈഡിൽ ഞാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഏതോ ഒരു പുണ്യാളനെ കണ്ടാൽ ചെന്നായ്ക്കൾ മുട്ടുമടക്കിയിരിക്കും എന്ന് പറയുന്ന ഒരു സീനാണ്. അപ്പം ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ പ്രച്ഛന്ന വേഷത്തിന് ഈ പുണ്യാളൻ്റെ വേഷം കെട്ടാൻ തീരുമാനിച്ചു. എന്നിട്ട് അവിടെ തന്നെയുള്ള ഒരു വലിയ വീട്ടിലൊരു വലിയ പട്ടിയുണ്ട്. ഈ പട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഓണർ ഇങ്ങനെ കൈ ഇങ്ങനെ ഞൊടിച്ചാൽ ഈ പട്ടി ഇങ്ങനെ കിടക്കും. ഇവൻ ഈ പട്ടിയായിട്ട് കൂട്ടാവാൻ വേണ്ടിയിട്ട് ഇവൻ ഡെയിലി ബീഫൊക്കെ മേടിച്ച് പട്ടിക്ക് കൊടുത്ത് പോയി എൻ്റെ കൂട്ടുകാരൻ ഈ പട്ടിയുമായിട്ട് നല്ല കൂട്ടായി. എന്നിട്ട് ഇവനിങ്ങനെ ഞൊടിച്ചാലും ഈ പട്ടി കിടക്കും എന്നുള്ള അവസ്ഥയായി. ഡെയിലി 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ സ്റ്റേജിൽ പോയിട്ട് ഈ പരിശീലനമുണ്ട്. ഇവൻ ഈ സൈഡിൽ നിന്ന് വരും,
പട്ടി ഈ സൈഡിൽ നിന്ന് വരും, ഇവർ രണ്ടുപേരും മുഖത്തോട് മുഖത്തും ഇവൻ ഇങ്ങനെ കൊട്ടും, പട്ടി ഇങ്ങനെ കിടക്കും. ഞാനാണ് പറുദീസയിലെന്ന് നിന്നെ പുണ്യാളനെ കണ്ട് ചെന്നായ്ക്കൾ മുട്ടുമടക്കി എന്നൊക്കെ ഞാൻ പറയണം. ഇതിങ്ങനെ ഇവൻ ഈ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുന്നത് നാട്ടിലൊക്കെ പാട്ടായി. അങ്ങനെ ഇവൻ്റെ ഈ ഐറ്റം ഉണ്ടെന്നുള്ളത് പള്ളിയിൽ പെരുന്നാളിന് മുമ്പ് തന്നെ എല്ലാവരും അറിഞ്ഞു. ഒപ്പം ഒരുപാട് പേര് പ്രസന്ന വേഷത്തിന് പേര് കൊടുത്തവർ പിന്മാറി. കാരണം വേഷം കെട്ടിയിട്ട് ഒരു പ്രയോജനവുമില്ല. ഫസ്റ്റ് പ്രൈസ് ഇവൻ കൊണ്ടുപോകും. ഇവൻ പുണ്യാളനായിട്ട് വരുന്നു, നായ മുട്ടുമടക്കുന്നു, കയ്യടി വീഴുന്നു, ഇവന് ഫസ്റ്റ് കിട്ടുന്നു. സെക്കൻഡിനും തേർഡിനും വേണ്ടി മാത്രമേ ഇനി മത്സരമുള്ളൂ. ഫസ്റ്റ് ഇവന് കിട്ടുമെന്ന് ഉറപ്പായി. അങ്ങനെ അന്നേ ദിവസം പള്ളിയിൽ ആൾക്കാരിയ്ക്കുന്നു. ട്രെയിൻഡ് ആയിട്ടുള്ള പട്ടി സ്റ്റേജിൻ്റെ ആ സൈഡിൽ നിൽക്കുന്നു. ഞാൻ അനൗൺസ് ചെയ്യാൻ നിൽക്കുന്നു. എല്ലാം റെഡിയായി. ചെസ്റ്റ് നമ്പർ വിളിച്ചപ്പോഴാണ് ഇവൻ ഇത്രയുള്ളൊരു വെപ്പ് താടിയും ഒരു വിഗും കയ്യിൽ ഇങ്ങനെ വളഞ്ഞ ഒരു വടിയും ചാക്ക് തയ്ച്ച പോലൊരു ഡ്രസ്സും ഇട്ടുകൊണ്ട് ഇവൻ ഈ സൈഡിൽ നിന്നും വന്നു, പട്ടി ഈ സൈഡിൽ നിന്നും വന്നു. പട്ടിക്ക് ഇവനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഇവൻ ഇത്രയും ട്രെയിൻഡ് ആയതൊക്കെ പറഞ്ഞു. പട്ടി ഞാൻ പറുദീസയിലെന്ന് പുണ്യാളനെ കണ്ടെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പട്ടി ഇവനെ നോക്കിയിട്ട് എന്നും പറഞ്ഞിട്ട് പുണ്യാളനും പട്ടിയും കൂടെ ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെ ചാടി ഒരു ഒറ്റ ഓട്ടം പറമ്പിലോട്ട്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ ഒരു പ്രാദേശിക നേതാവ്, പുള്ളി പണ്ട് തൊട്ടേ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് അണികളായിട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും മുദ്രാവാക്യം വിളിക്കുമല്ലോ. അപ്പോൾ പുള്ളി ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് മുദ്രാവാക്യം വിളിച്ച് ശീലമുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു മൗനജാഥ സംഘടിപ്പിക്കേണ്ടി വന്നു പുള്ളിക്കാരന്. അപ്പോൾ പുള്ളിക്കാരൻ മൗനജാഥയ്ക്ക് പോവുക. പുള്ളിക്കാരൻ ഏത് ജാഥയ്ക്ക് പോയാലും ശീലം മുദ്രാവാക്യം ലീഡ് ചെയ്തിട്ടുള്ള ശീലമാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് പുറകെ വണ്ടിയുണ്ട്. അപ്പോൾ ജനറേറ്റർ മൈക്കൊക്കെ എവിടെ? എനിക്ക് മൈക്ക് വേണം, മൈക്കില്ലാതെ പറ്റത്തില്ല, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ തൊണ്ട ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് മൈക്ക് വേണമെന്ന് പറഞ്ഞു. കാരണം ചേട്ടാ മൈക്കൊന്നും ഇല്ല, ഇത് മൗനജാഥയാണ്, നമ്മുടെ മിണ്ടാതെ നടന്നു പോകണം. അപ്പോൾ അത് കുഴപ്പമില്ല, ഓക്കെ ഞാൻ ലീഡ് ചെയ്യാൻ പോകാം. ഓക്കെ എന്നിട്ട് പുള്ളി കയറി നിന്നിട്ട് മൈക്കും വേണ്ട ഒരു മലരും വേണ്ട മൗനജാഥ സിന്ദാബാദ് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോവാണ്. അല്ല, ഈ ജാഥയ്ക്ക് ഏറ്റു വിളിക്കുമ്പോൾ 2-3 തരം സമരങ്ങളുണ്ട്. ഇടയ്ക്ക് ഇൻകുലാബ് സിന്ദാബാദ് മുതലാളിത്തം തുലയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഈണം ഉണ്ടല്ലോ. ചില സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ച് പിടിവിട്ടു പോകും. കാരണം വെച്ചാൽ ഇവർക്കൊന്ന് സമരം ചെയ്ത് ശീലമുള്ള ആൾക്കാരായിരിക്കുമല്ലോ. ഇപ്പോൾ ബാങ്ക് ജീവനക്കാർ നല്ല ഇൻസർട്ടൊക്കെ ചെയ്ത് ഫുൾ കൈ ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് ബാങ്കിൻ്റെ മുന്നിൽ ചെറിയ സമരം ചെയ്യും ഇവർ. ബാങ്ക് ജീവനക്കാരൊക്കെ ഇവരുടെ ആവശ്യങ്ങളും വലുതായിരിക്കും. ഇവർ വന്നിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ 6 മാസമായി പിടിച്ചു വെച്ചിരിക്കുന്ന ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ പൂർത്തീകരിച്ച് നമ്മളുടെ ശമ്പള ബോണസും ഓണത്തിൻ്റെ ഇതും കൂടെ തരിക. ഉടനെ ബാക്കിലല്ല 6 മാസമായിട്ട് ശമ്പളം തരിക എന്നിട്ട് ഒരു രീതിക്ക് നമുക്ക് മനസ്സിലാകാതെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വലിയ സംഘമുണ്ട്. മാത്രമല്ല ഈ ഏറ്റു പറയുമ്പോൾ ചിലർക്ക് എന്താണെന്ന് മനസ്സിലാവാതെ വെറുതെ കശപിശാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളൊരിക്കൽ ക്രിസ്മസ് ക്രിക്കറ്റ് ബാറ്റ് മേടിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കരോൾ പോകാൻ തീരുമാനിച്ചു. കരോൾ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാട്ടിൽ ഈ ക്രിസ്മസ് പാട്ട് പാടി തീർന്നു കഴിയുമ്പോൾ ഡിസംബർ ആണല്ലോ, വിസിലടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വി വിഷ് യു എ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ, ഇതാണ് താളം. അപ്പം 2 വീട് 3 വീടെത്തിയപ്പം ഒരു കല്ല് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഏതോ ഒരുത്തം തെറ്റിക്കുന്നുണ്ട്. ഇത് ആരാന്നൊരു പിടുത്തില്ല. വി വിഷ് തൊട്ട് തന്നെ പറയുന്നത് തെറ്റാണ്. എന്താണെന്ന് മനസ്സിലായിട്ടുമില്ല. അപ്പം ഞാനിത് ആരാന്ന് കണ്ടുപിടിക്കാൻ 2 പ്രാവശ്യം നോക്കിയിട്ട് വി വിഷ് യു എ കിട്ടുന്നില്ല, ആരാ തെറ്റിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ഒരു ചെറിയ സംശയം തോന്നി, ജോൺസൺ എന്ന് പറഞ്ഞ ഒരുത്തനാണോ തെറ്റിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ് അടുത്ത വീട്ടിൽ വിസിലടിച്ച് കഴിയുമ്പോൾ നമ്മൾ 8 പേര് മിണ്ടാതിരിക്കണം. ജോൺസൺ ഒറ്റയ്ക്ക് പാടത്തെ അപ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞ് ചട്ടം കെട്ടി അടുത്ത വീട്ടിൽ കരോളിൻ്റെ പാട്ട് കഴിഞ്ഞു. പാട്ട് നിർത്താൻ വേണ്ടി വിസിലടിച്ചു. ഞങ്ങൾ 8 പേര് മിണ്ടായിരുന്നപ്പോൾ ആ വീട്ടുകാരുടെ മുഖത്ത് നോക്കി ജോൺസൺ ജെൻസൺ കരോള് പാടിയിട്ടുണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. ഇതുപോലെ പറ്റിയിട്ടുണ്ടോ? ഇതുവരെ ഭാഗ്യത്തിന് പറ്റിയിട്ടില്ല. ഈ കരോളിന് എൻ്റെ ഒരു കൂട്ടർ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, പുള്ളി പാട്ടെഴുതും. കരോളിൻ്റെ പാട്ട് എഴുതിയിട്ട് ഇതുകൊണ്ട് മീറ്ററിൽ ഒപ്പിക്കുക എന്ന് പറയുന്ന ഒരു പാട്ട്. ഈ ബത്ലഹേം പുൽത്തൊഴുത്ത് ഇങ്ങനെ കുറേ വാക്കുകൾ വെച്ചിട്ട് ഇപ്പോൾ ഓമന കുഴക്കടപ്പുറത്തിന്നോമനെ ആ പാട്ടുണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ പുള്ളി ബത്ലഹേമിൽ ജനിച്ചു വീണ യേശുവേ ഉണ്ണി യേശുവേ നീ പുൽത്തൊഴുത്തിൽ തന്നെ പിറന്നത് എന്തിനാന്ന് ഈ ഒരു പാട്ടുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അനുപല്ലവിയിൽ പുള്ളി എഴുതിയിട്ട് മീറ്റർ ഒക്കാഞ്ഞിട്ട് മറ്റേ പാട്ടിൻ്റെ ട്യൂണിൽ കൊണ്ടുപോയിട്ട് മുട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നീ ജനിച്ചാൽ നാട്ടിലെങ്ങും ക്രിസ്തുമസ്, നീ മരിച്ചു പോയാൽ ദുഃഖ വെള്ളിയാഴ്ചയായി 30 വെള്ളിക്കാശിനാ യൂദാസ് ഒറ്റിക്കൊടുത്തു, യൂദാസിനോട് ക്ഷമിച്ചവനാ നീ, യൂദാസ് ഭയങ്കരനാ, ഉണ്ണീശോ പാവമാ. എന്തുമാത്രം കഷ്ടപ്പാട് ഉണ്ണീശോ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ?
ഭദ്രൻ അങ്ങാണ്ട് പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഒക്കെ ഏതൊരു കൂട്ടുകാരനല്ലേ എന്താ ഇത്? പാരഡി എഴുതണ മറ്റേ കല്ല് മാത്രം എഴുതുന്ന ഒരാളെന്നും പറഞ്ഞ് ബിബിൻ ഇടയ്ക്ക് പറയാറ്. ആ കല്ല് മാത്രം എഴുതുന്ന കുറച്ച് പേരുണ്ട്. ഈ പാരഡി കാസറ്റ് കത്തുന്ന സമയത്ത് മമ്മി സെഞ്ചുറി എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കാസറ്റ് എഴുതാൻ വേണ്ടി റൂം എടുത്ത് വന്നിട്ട് 2-3 ദിവസമായിട്ട് നമ്മളൊക്കെ പാരഡി എഴുതുമ്പോൾ ഓരോ വാക്കും കറക്റ്റ് മീറ്റർ ഒപ്പിച്ചുണ്ടാക്കിയാലേ അതിനൊരു സൗന്ദര്യം ഉണ്ടാവുള്ളൂ. അപ്പം 2 ദിവസമായിട്ട് 8 പാട്ട് എഴുതണം. 6 പാട്ടെങ്ങാണ്ടായിട്ട് എഴുതിയിട്ടില്ല. അപ്പം മമ്മിക്ക് വന്നിട്ട് എന്തായി ഒറിജിനൽ പാട്ട് എഴുതാൻ ONV കുറിപ്പിന്റെ റൂം എടുത്തു കൊടുത്താൽ ഇത്ര നേരം വേണ്ടില്ല, ഇത് പാരഡി അല്ലേ, എത്ര നേരം എഴുതണു, 2 ദിവസമായാലോ സുഖമായിട്ട് താമസിക്കണു, പെട്ടെന്ന് പാട്ട് എഴുത് എന്ന് വെച്ചിട്ട് എഴുതാൻ പറ്റാനില്ല. എന്തിട്ടാ നിങ്ങൾ ഈ കാണിക്കണത്, ഇത് ഇത്ര വലിയ പാടുള്ള പണിയാണോ എന്ന് വെച്ചിട്ട് പേനയും പേപ്പർ എടുത്ത് പുള്ളി 2 വരി ഇതിന്റെ ബാക്കി ഉണ്ടാക്ക് എന്ന് വെച്ചിട്ട് പോയി. ഞങ്ങൾ നോക്കിയപ്പം കറുത്ത പശു ആലുവ മാർക്കറ്റിൽ ചാണകം ഇട്ടു എഴുതി വെച്ചേക്കുക. ഞാൻ പുള്ളി പോവുകയും ചെയ്തു. ഇതിന്റെ ബാക്കി എഴുതെന്നും പറഞ്ഞ് പോയേക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിളിച്ചിട്ട് വെച്ച് മമ്മിക ഇത് കറുത്ത പശു ആലുവ മാർക്കറ്റിൽ ചാണകം ഇട്ട് എഴുതിച്ച് ഇത് ഏത് പാട്ടിന്റെ പാരഡിയാന്ന് വെച്ചപ്പോൾ മനസ്സിലായില്ലേ, പാടുത്തരാം. കറുത്ത പശു ആലുവ മാർക്കറ്റിൽ ചാണകം ഇട്ടേന്ന്. അപ്പൊ ജെൻസൺ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. താങ്ക് യു താങ്ക് യു All the best. താങ്ക് യു ഗൈസ്. Once upon a time, once upon a time, once upon a time, once upon a time. ഗംഭീരമല്ലേ, എന്തോ വലിയ സന്തോഷത്തിലാണല്ലോ കേശവ വന്നിരിക്കുന്നത്. ഇന്ന് ഭയങ്കര സന്തോഷമാണ് വിഷാർ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണ്? ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ലഡു ഇത്. നന്നായി. സത്യം ഇത്ര വന്നിട്ട് നമ്മൾ കോമഡി ഒന്നും വർക്കൗട്ട് ആവുന്നില്ലെങ്കിലും നിങ്ങൾ ഒരു കൈത്തൊഴിൽ പഠിച്ചല്ലോ. നന്നായി, ലഡു ഉണ്ടാക്കാൻ പഠിച്ചത് വളരെ നന്നായി. ഞാൻ ലഡു ഉണ്ടാക്കിയില്ല, പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ പൈസ കൊണ്ട് മേടിച്ച ലഡു. ഓ, എന്നാലും അതിനും ഒരു അഭിനന്ദനങ്ങളല്ലേ വിഷ്ണു. ഇന്ന് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷത്തിലേ. ദൈവമേ, എന്താണ് സാധാരണ ഇവിടെ ഞങ്ങളോട് എപ്പോഴും ഒരു വലിയ പ്രതിഷേധമുള്ള ആളായിട്ടാണ് കേശവ മാമ നിൽക്കുന്നത്. അതെ വിഷു, അതായത് ഇത്രയും ഒരു സന്തോഷം വരാൻ കാരണം എന്താണ്? അല്ല, കാര്യം എന്താണെന്ന് വെച്ചാലേ ഞാൻ കുറച്ച് ചുരുങ്ങിയ എപ്പിസോഡേ ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ. അതെ, ഇത് കണ്ടിട്ട് എൻ്റെ ഇവിടുത്തെ പ്രകടനം കണ്ടിട്ട് കുറച്ച് പ്രൊഡ്യൂസർമാർ വീട്ടിൽ വന്നു, ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. തുടങ്ങാൻ പോകുന്ന പുതിയൊരു ഫിലിമിൽ എന്നെ സെക്കൻഡ് ഹീറോ ആയിട്ട് ക്ഷണിച്ചിരിക്കുന്നു. My God! കാര്യം നമ്മൾ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകൾ ഞങ്ങളിതൊക്കെ എങ്ങനെ ഉണ്ടാവും, സ്നേഹമുണ്ട്. അപ്പോഴും എനിക്ക് ഉള്ളിൽ സ്നേഹമുള്ളതാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് കേശവ മാമ. കാരണം സെക്കൻഡ് ഹീറോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് എ ഹീറോ അല്ലേ. പിന്നെ നിങ്ങൾ പതുക്കെ ഒരു സെക്കൻഡ് ഹീറോ വേഷം കഴിഞ്ഞാൽ ഉടനെ തന്നെ വേണമെങ്കിൽ ഹീറോ ഹീറോ ആവാൻ പറ്റും, ഹീറോ ആയി വരാൻ പറ്റും. അപ്പം സിനിമയിലോട്ട് വരാൻ എല്ലാവിധ ആശംസകളും. ഇതിനു മുമ്പ് സിനിമയിൽ പരിചയമുണ്ടോ? അല്ല വിഷു, എനിക്ക് ശരിക്കും പറഞ്ഞാലേ എനിക്ക് ബാലനിൽ തുടങ്ങിയ ആഗ്രഹമാണ്. ബാലൻ എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ കാലത്തുള്ള പടമല്ല. അതിൽ ചേട്ടൻ എങ്ങനെ വരുന്നത്? ആ പഴയ പടമല്ലെന്ന്, ബാലേട്ടൻ പടമില്ലേ, മോഹൻലാലിന്റെ ബാലേട്ടൻ. ബാലേട്ടൻ തുടങ്ങിയ. അപ്പൊ ബാലേട്ടൻ എന്ന് പറയണം. ബാലേട്ടൻ നിങ്ങളെ പറയേണ്ടത്, കാരണം മോഹൻലാൽ എന്നെ ഇളയതാണ്. അപ്പൊ എനിക്ക് ബാലൻ എന്ന് വിളിച്ചാൽ മതി. അല്ലേ? ശരിയാണ്, ശരിയാണ്. അപ്പൊ അങ്ങനെ വന്നാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്തൊക്കെയായാലും സിനിമയാണ്. സിനിമയിൽ വന്നു കഴിയുമ്പോൾ വിഷ്ണുവിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, രണ്ടുപേർക്കും. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഇപ്പം എൻ്റെ ഒരു ഫിലിമിലേക്കുള്ളൊരു എൻട്രി പലർക്കും ഒരു വിഷയമായിരിക്കും. ചില മനസ്സുകളിൽ അതൊരു നൊമ്പരം വരുത്തിയേക്കാം. ഞാനിപ്പോൾ പിന്നീട് വന്ന് വളർന്നു കഴിയുമ്പോൾ ആ വളർച്ച മുരടിപ്പിക്കാൻ ചിലപ്പോൾ ചിലരുടെ പ്രഷർ വരെ എനിക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതില്ലാതാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം. കാരണം എനിക്ക് മുന്നോട്ട് ചേട്ടൻ്റെ വളർച്ച ഇല്ലാണ്ടാക്കാനാ? അല്ലല്ല, മറ്റുള്ളവരാ പ്രഷർ കളയാൻ. പുള്ളിനെ ഒതുക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പൊ വീട്ടിൽ വിഷ്ണു വന്നപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവുന്നതാണ് പുള്ളി പറയുന്നത്. പുള്ളിനെ ഒതുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? സിനിമയിൽ ചെല്ലുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് സിനിമയിൽ എത്തുമ്പോൾ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മെയിനായിട്ട് തുടക്കം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇതില്ലേ ടിഫിൻ ബോക്സ് ഇല്ല, അവിടെ കൊണ്ടുവന്ന ഫുഡ് കൊണ്ട് തന്നെ പാത്രം ഉണ്ടല്ലോ, കാരിയർ ഉണ്ട്, കാരിയർ ആ പൊക്ക കിണർ പോലെ ഇരിക്കുന്ന, അത് അതിൻ്റെ അട്ടി തെറ്റാതെ അടക്കാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ. ഹലോ, അതെ, ആ ശരി, കുഴപ്പമില്ല. ആ ലഡു കഴിച്ചു ഞങ്ങൾ?
അയ്യോ ഇറക്കിയല്ലോ, ഏഹ് ഇറക്കിപ്പോയല്ലോ. നിങ്ങൾ എന്ത് പണിയാണോ കാണിച്ചാൽ പറയുമ്പോൾ തന്നെ അപ്പം തന്നെ എടുത്ത് തിന്നണമെന്ന് വെച്ചാൽ ഒരാൾ കാര്യം പിന്നെ പറഞ്ഞു. ലഡു കൊണ്ട് തന്നത് തിന്നാനല്ലേ, അത് തിന്നണ്ടേ? വേറെ പ്രശ്നമുണ്ട് ഇപ്പം. എന്താ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചെന്ന് പറയില്ലേ, ഉവ്വ. അവിടെ പ്രശ്നം ഇപ്പൊ സംഭവിച്ചവര്. എന്താ? എനിക്ക് പറഞ്ഞു വെച്ച വേഷമില്ലേ സെക്കൻഡ് ഹീറോ, ആ അത് ആ പ്രൊഡ്യൂസറുടെ ഏതോ ബന്ധത്തിലുള്ള ഒരുത്തിന് കൊടുത്തത്. ഷൂട്ടിംഗ് കഴിഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഛേ, അതെങ്ങനെ ഒറ്റയടിക്ക് ഷൂട്ടിംഗ് എങ്ങനെയാണ്? ഈ സെക്കൻഡ് ഹീറോ എന്നൊക്കെ പറയുമ്പോൾ മിനിമം ഒരു 15 ദിവസമെങ്കിലും ഷൂട്ട് ഉണ്ടാവൂലേ? 15 ദിവസമൊന്നുമല്ല. സെക്കൻഡ് ഹീറോ എന്ന് പറഞ്ഞാൽ ഹീറോന്റെ കൂടെ ഒരു സെക്കൻഡിലുള്ളൊരു വേഷം, അത് ചെയ്തവൻ പോയി. പക്ഷെ ഞാൻ പണിയെടുത്തുണ്ടാക്കി ലഡു ഇനി എനിക്ക് എവിടെ നിന്ന് കിട്ടും? അവിടെ നിന്ന് തിന്നില്ല നിങ്ങൾ. ഞാൻ മേടിച്ചോളട്ടെ, നിന്നോടും കൂടി പറയണത് കേട്ടാ. കേശവൻ ചേട്ടന്റെ സിനിമാ സ്വപ്നം പൂവണിഞ്ഞില്ല, പക്ഷേ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആകുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഒരേ ഒരു വേദി, ആൻഡ് ദാറ്റ് ഈസ് വൺസ് അപ്പോൺ എ ടൈം. വൺസ് അപ്പോൺ എ ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. Until then, goodbye.